ആ സമയത്ത് അവിടെ മന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രിയുടെ ഗൺമാൻ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവാത്തത് ഈ ലോകത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ മാത്രമേ കാണത്തുള്ളൂ. ഒരു മന്ത്രി അടക്കം ആ സ്ഥലത്ത് കയറ്റാൻ എങ്ങനെയാണ് അവിടുത്തെ സംവിധാനത്തിന് കഴിയുക? മന്ത്രി വീണിരുന്നെങ്കിലോ? ആര് വീണാലും അപകടമാണ്. ഉമാ തോമസ് MLA വീണാലും അപകടമാണ്. ADGP ശ്രീജിത്ത് വീണാലും അപകടമാണ്. അവിടെ ഉണ്ടായിരുന്ന വേദിയിലുണ്ടായിരുന്ന ആളുകളൊന്ന് നോക്കൂ. ഇത്തരം സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുക്കണം. മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുത്തിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുക്കുന്ന പതിവ് എന്തെങ്കിലും ഉണ്ടോ? മന്ത്രി ഒരു സ്വകാര്യ ചടങ്ങിലല്ലല്ലോ പങ്കെടുക്കാൻ പോയതൊരു പൊതുപരിപാടിയിലല്ലേ? അപ്പോൾ അവിടെ ആ പരിപാടി നടക്കുന്ന സമയത്ത് സുരക്ഷാ ഭീഷണി ഉണ്ടോ? ആ ഇരിക്കുന്ന സ്റ്റേജ് വൃത്തിയുള്ളതാണോ? അത് സുരക്ഷാ ബലമുണ്ടോ? ഇതെന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ? ഒന്നും നോക്കിയില്ല. അവിടെ ഇരിക്കുന്നതാരാ? ADGP ശ്രീജിത്ത. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കാര്യങ്ങളുടെയൊക്കെ സുരക്ഷാ ചുമതല മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. കമ്മീഷണർ അവിടെയുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ഇത്തരത്തിലൊരു തട്ടിക്കുട്ടി സ്റ്റേജുമായിട്ട് കോടികൾ മുക്കിയ ഈ സംഘാടകർ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് ഇപ്പോൾ വീഴ്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. ആ വീഴ്ചയിൽ നമുക്ക് വല്ലാത്ത നടുക്കമുണ്ട്, വല്ലാത്ത ദുഃഖമുണ്ട്. കാരണം ഈ ലെങ്സിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു ആജീവനാന്തകാല ബാധ്യതയായിട്ട് തീരും. നമ്മുടെ പ്രിയപ്പെട്ട ഉമാ തോമസ് MLAക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് സംഘാടകരുടെ പിടിപ്പുകേടാണ്.